നമുക്കേ ഒരു അടപ്രഥമൻ ഉണ്ടാക്കിയാലോ? ഒരു വിശേഷവും ഇല്ല. കഴിക്കണമെന്നൊരു ആഗ്രഹം തോന്നി, അപ്പൊ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഒരു അടപ്രഥമൻ ആക്കിയാലോ? എങ്ങനെ ഉണ്ടാക്കും നോക്കാം. കണ്ടോ, ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന അടയാണ് കേട്ടോ, അരിയടയാണ് വാങ്ങിയതാട്ടോ. അപ്പൊ ഇത് ഞാനൊരു 250 ഗ്രാം ഉണ്ടാവും. കിലോയുടെ പാക്കറ്റ് വാങ്ങിച്ചതാ, വലിയ പാക്കറ്റ് വാങ്ങിച്ചു. അതിനകത്തുനിന്ന് കുറച്ച് ഒരു കപ്പ് എടുത്തതാ കേട്ടോ. അതിനകത്തേക്ക് ഞാൻ ഒരു 1/2 കിലോ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. നല്ല മധുരമുള്ള ശർക്കര, അതുകൊണ്ട് നോക്കിയിട്ട് ഇട്ടാ മതി. ഒന്നാം പാല്, രണ്ടാം പാല്, മൂന്നാം പാല്, കുറച്ച് നെയ്യ്, കാഷ്യൂ, പിന്നെ ദാണ്ടത് ഏലക്ക, ചുക്കും കൂടെ ഇട്ട് പഞ്ചസാരയും ചേർത്ത് പൊടിച്ചു വെച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്കൊന്ന് ഉണ്ടാക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് കിടക്കുകയാണ്. അതിലേക്ക് നമുക്ക് ഈ അടയൊന്ന് ഇട്ട് കൊടുക്കാവേ. ഇതിനകത്ത് ഒരു ഇച്ചിരി എണ്ണ ഒഴിക്കണം കേട്ടോ, ഒട്ടിപ്പിടിക്കാതെയൊക്കെ പോവാനാ, ഇരിക്കാനാ. ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് വെന്തോട്ടെ. അട നന്നായിട്ട് ഇരുന്ന് വേകട്ടെ. വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഓട്ടപാത്രത്തെ ഊറ്റി പൈപ്പ് ഒന്ന് തുറന്നു വെച്ചിട്ട് പച്ചവെള്ളം ഒഴിച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കും, ഒട്ടിപ്പോയിരിക്കാനാണേ. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. പക്ഷെ ഇതിനകത്തുണ്ടല്ലോ ഒരു സാധനം കൂടെ ഞാൻ ചേർക്കാറുണ്ടായിരുന്നു, പക്ഷെ എനിക്കത് കിട്ടിയില്ല. നിങ്ങൾ ഉണ്ടാക്കുമ്പോ അത് ചേർക്കണം കേട്ടോ. ഇവിടെ കദളിപ്പഴം ഇല്ലേ, ഒരു കദളിപ്പഴം, ആ കദളിപ്പഴം അരച്ച്, അതായത് പേസ്റ്റ് ആക്കി ഈ പായസത്തിൽ ചേർത്താലും ഭയങ്കര ടേസ്റ്റ് അടപ്രഥമനെ. അപ്പൊ ഞാൻ ഈ മുക്കത്ത് നോക്കിയിട്ട് കദളിപ്പഴം എനിക്ക് കിട്ടിയില്ല. വേറെ ഒരു പഴവും പറ്റത്തില്ല, കദളിപ്പഴം തന്നെ വേണം കേട്ടോ. അപ്പൊ അത് കിട്ടുവാണെങ്കിൽ അതും കൂടെ നിങ്ങളൊന്ന് ചേർത്താൽ സൂപ്പർ ആയിരിക്കും. നിങ്ങൾ അങ്ങനെ ചേർത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ചേർക്കാറുണ്ട്. ഇന്ന് എനിക്ക് കിട്ടാത്തതുകൊണ്ടാ കാണിച്ചു തരാത്തെ. മനസ്സിലായി കാണുമല്ലോ കദളിപ്പഴം. അപ്പം ഉണ്ടാക്കുമ്പോൾ ചേർത്തോണം കേട്ടോ. അപ്പൊ ഇതൊന്ന് നല്ല പോലെ വെന്തോട്ടെ അട. നമ്മുടെ അടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, അടയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതുണ്ടല്ലോ, ആ ഓട്ടപാത്രത്തിലോട്ട് ഇട്ടിട്ട് പൈപ്പ് അങ്ങ് തുറന്നു വെക്കണേ. കുറച്ച് വെള്ളം വീണ് ഒട്ടലൊന്നും ഉണ്ടാവാതിരിക്കാനാ കേട്ടോ. ചെയ്തിട്ട് വരാം. നമ്മുടെ അടയൊക്കെ കണ്ടോ, പശ പോലെയുള്ള ആ കൊഴുപ്പ് വെള്ളമൊക്കെ അങ്ങോട്ട് പോകാനാണ് കേട്ടോ, നോർമൽ വാട്ടറിൽ ഒന്ന് കഴുകി എടുക്കുന്നത്. ഇനി അത് അവിടെ അങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്കേ ഈ ഒരു പാത്രം അങ്ങോട്ട് വെച്ചേക്കാം കേട്ടോ. ഇന്ന് ഉരുളിയൊന്നും എടുക്കുന്നില്ല, ഇന്നൊരു ബിരിയാണി പോട്ട് പോലത്തെ ഒരു പാത്രം എടുത്തേക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഇന്ന് പായസം ഉണ്ടാക്കാം. ആദ്യം തന്നെ പാൻ ചൂടാകുമ്പോഴത്തേനും നെയ്യ് ഒഴിച്ചു കൊടുക്കണേ. പാൻ ചൂടായപ്പോൾ നമ്മൾ നെയ്യ് ഇട്ട് കൊടുത്തു. അതിലേക്ക് നമുക്ക് കാഷ്യൂ ഒക്കെ അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. കളറ് മാറി വരുമ്പോഴത്തേനുമേ നമ്മുടെ ഈ മുന്തിരിയും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തേക്കാവേ. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം കേട്ടോ. പാനിലേക്ക് നമ്മുടെ അടയില്ലേ ഇട്ട് കൊടുക്കാവേ. ഇനി ഇതിലേക്കുണ്ടല്ലോ മൂന്നാം പാൽ ഒന്ന് ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് അതിനകത്ത് കിടന്ന് ഒന്നും കൂടെ ഒന്ന് വെന്തിരിക്കുവാണെങ്കിൽ പോലും അതിനകത്ത് ഒന്ന് സെറ്റായി കഴിയുമ്പോഴേ നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാവുള്ള. ശർക്കരപ്പാനിയിലാണ് ചിലവരൊക്കെ ഇതിന്റെ ഒപ്പം ശർക്കരപ്പാനി അങ്ങ് ഒഴിച്ചിട്ട് അത് കുറുക്കിയിട്ടാ. പക്ഷെ ഞാനിപ്പോ ഈ മൂന്നാം പാൽ എടുത്ത് വെച്ചേക്കുന്ന അതിന് വേണ്ടിയിട്ടാ. ഇതിനകത്ത് അപ്പൊ ഒന്നും കൂടെ അട സോഫ്റ്റ് ആയിരിക്കുവേ. ഈ മൂന്നാം പാലിനകത്ത് ഒന്നും കൂടെ അങ്ങോട്ട് വെന്ത് റെഡി ആവട്ടെ. ഇത് വറ്റി കഴിയുമ്പോൾ ശർക്കര ഒഴിച്ചു കൊടുക്കുക. മൂന്നാം പാലിനകത്ത് നമ്മുടെ അട ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ശർക്കര പാനി അത് നിങ്ങൾ മധുരത്തിന് പാകം നോക്കിയിട്ട് ഒഴിക്കുക കേട്ടോ. 1/2 കിലോ ശർക്കര ഉരുക്കി വെച്ചതാ. ഞാൻ എന്തായാലും ഇത്ര അങ്ങ് ഒഴിച്ചു. നമുക്ക് നോക്കാം, വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവേ. ഇനി ഇത് ഈ ശർക്കരപ്പാനിയിലൊന്ന് കിടന്ന് നല്ല പോലെ സെറ്റ് ആയിക്കോട്ടെ. ഈ ശർക്കര ആദ്യം ഒഴിച്ചാലില്ലേ, എങ്ങാനും ഇച്ചിരി വേവൊക്കെ ഉണ്ടെങ്കിലേ അട വേഗത്തില്ല. നമ്മുടെ ശർക്കരയും അടയും കൂടെ അതാ നല്ല പോലെ കുറുകി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാവേ. അടപ്രഥമൻ ഇച്ചിരി പണിയുണ്ടെന്ന് അറിയാമല്ലോ. ഞാനിപ്പം ശരിക്കും വിറകടുപ്പേല വെക്കണ്ടേ. ഇതിപ്പോ എന്തായാലും കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കിയതാ കേട്ടോ. ഇതാ നമ്മുടെ രണ്ടാം പാൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാല് ഒഴിച്ചു. ഇനി അത് അവിടെ ഇരുന്ന് ഇതുപോലെ തന്നെ ഒന്ന് കുറുകിക്കോട്ടെ. നമുക്ക് മധുരം ഒന്ന് നോക്കണം കേട്ടോ. ഇനി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണ്ടേ. എനിക്ക് ഇച്ചിരി നല്ല മധുരം വേണ്ടിയതാ. എന്റെ പാകത്തിനാണെ ഒന്നാം പാലും കൂടെ വന്നു കഴിഞ്ഞാൽ മധുരം ഇച്ചിരി കുറവായിരിക്കും. നമുക്കൊരു ഇച്ചിരി കൂടെ ഒഴിക്കാം കേട്ടോ. നിങ്ങൾക്കൊക്കെ പാകത്തിന് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. എനിക്കൊരു ലേശം കൂടെ വേണം. ഓക്കെ, മതി. ഉണ്ടോ, നമ്മുടെ രണ്ടാം പാലും അതുപോലെ തന്നെ അടയും എല്ലാം കൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ ഏലക്കാപ്പൊടി ഇല്ലേ ഒന്നിടാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ടോ, നല്ലതല്ലേ. ഇച്ചിരി ചുക്കും ഇച്ചിരി ഏലക്കായും കൂടെ പൊടിച്ച് വെച്ചതാണ്.
അതും ഒന്ന് ചേർത്തു. ഇനി എന്തേ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കുറുകണം, അതുമായിട്ടൊന്ന് സെറ്റ് ആവണം. ഇനി നമ്മുടെ ഒന്നാം പാൽ ഒഴിക്കുക എന്നുള്ളതേ ഉള്ളേ. വേഗം പണി തീർന്നില്ലേ? ഒന്നാം പാൽ ഒഴിച്ചു. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അധികം തിളയ്ക്കണ്ട, ഒന്ന് ചൂടായി വന്നാൽ മതി. ശരിക്കും പഴമൊക്കെ ഇട്ട് ഞെരടി കഴിക്കണം അല്ലേ? നല്ല രസമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. മധുരം ഭയങ്കര ഇഷ്ടമാ, ഷുഗർ കട്ടാ. പക്ഷെ ആഗ്രഹം വരുമ്പോ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കും. അതിനിപ്പം എന്ത് വന്നെന്ന് പറഞ്ഞാലും ശരി. ചൂടായി വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ക്യാഷ്യൂ മുന്തിരിയൊക്കെ ഇല്ലേ, ഇട്ട് കൊടുത്തേക്കാവേ. പരിപാടി കഴിഞ്ഞു, സ്റ്റൗ എല്ലാം ഓഫ് ചെയ്തു കേട്ടോ. നമ്മുടെ അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ കുറുകുമല്ലോ, അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു തേങ്ങാപ്പാൽ ഒഴിച്ച് ആ ഒരു പരുവാകുമ്പം സ്റ്റോപ്പ് ചെയ്തേക്കണം കേട്ടോ. കഴിച്ചു കാണിക്കണ്ടേ നമ്മുടെ അടപ്രഥമൻ? ശരിക്കും ഇത് കുറുകു ഇരുന്നേ ഒന്നും കൂടെ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പരുവത്തിൽ എടുത്തത് കേട്ടോ. ഒന്നാം പാൽ ഇച്ചിരി കൂട്ടിയത് അതുകൊണ്ടാ. നിങ്ങളൊക്കെ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നല്ല രസമല്ലേ? ഇങ്ങനെ തണുക്കാൻ വേണ്ടിയാ പ്ലേറ്റിൽ ഒഴിച്ചത്. നല്ല പായസം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവരും ഉണ്ടാക്കുന്ന എന്നാലും പറഞ്ഞാണ്. പായസത്തിൽ ഒരു പിഞ്ച് ഉപ്പിടണമായിരുന്നേ. നമ്മൾ ഇടാഞ്ഞ എന്നാന്ന് ചോദിച്ചാൽ ഉപ്പുള്ള ശർക്കര ആയിരുന്നുകൊണ്ടാ കേട്ടോ. നിങ്ങൾ അത് നോക്കിയിട്ട് നിങ്ങളുടെ ഉപ്പില്ലാത്ത ശർക്കരയാണ് ഒരു പിഞ്ച് ഉപ്പിടണേ, എന്നാലേ അതിന്റെ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.